കൈരളി ന്യൂസ് റിപ്പോർട്ടറെ വർഗീയവാദി എന്ന് വിളിച്ച് ജി സുധാകരൻ MLA. താൻ എവിടുത്തെ മാധ്യമപ്രവർത്തകനെന്ന് ചോദ്യം. എച്ച് സലാമുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് ജി സുധാകരൻ ക്ഷുഭിതനായത്. നിങ്ങൾ വേറെ ജോലി വല്ലതും നോക്കാൻ ഇലക്ഷൻ ഫണ്ട് വിളിക്കുന്ന അഴിമതികാരമാണ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. നിങ്ങൾ എവിടെയാ പറയുന്നത്? ഇലക്ഷൻ ഫണ്ട് പിരിച്ചത് സങ്കല്പിക്കുക, അത് അഴിമതികാരമാണ്. അതിന് ഞാനെന്താണ് എസ് സലാമിൻ്റെ കാര്യം എന്നോടൊന്ന് ഇടക്കിടക്ക് ചോദിക്കുന്നത്? പ്ലീസ് നിങ്ങൾ എന്തിനായുടെ കാര്യം ഇടക്കിടക്ക് എന്നോട് ചോദിക്കേണ്ടതെന്ന് ആണോ? എന്നാ പിന്നെ ഇവിടെ പറഞ്ഞു മുൻ MLA ആണ്. ഏറ്റുപറയുന്ന എന്താ പറയാനുള്ളത്? ഇവർക്ക് സ്വബുദ്ധിയുള്ളവരല്ലേ? ഷാജഹാൻ പിന്നെ അതിൻ്റെ ആളാ, കൈരളിയാ. പുള്ളിക്കത് ചോദിച്ചാൽ പറ്റും. അത് പിന്നെ പോട്ടെ, മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം? പോയി വല്ല പണിയും നോക്കണോ? താൻ പോയി വല്ല താൻ കൈരളി വരുന്നതിന് മുമ്പ് ഒരു വർഗീയവാദി അല്ലായിരുന്നു. താൻ പോടോ, തന്റെ പാട്ടിന് പോ. താൻ പോകാൻ പറഞ്ഞ താൻ പൊക്കോളാൻ പറഞ്ഞില്ല പാർട്ടിക്കാരനെ. ഇയാൾ എന്തോ പ്രസംഗിക്കുന്നത്? ഇതാണ് പത്രക്കാരുടെ. ഞാൻ സംസാരിച്ചത് താനാണ് സംസാരിച്ചത്. കൈരളി ന്യൂസ് എഡിറ്റർ ഷാജഹാനെയാണ് ജി സുധാകരൻ വർഗീയവാദി എന്ന് വിളിച്ചത്. എത്രയോ കാലമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന പൊതുസമൂഹവുമായി ദൈനംദിനം ഇടപെടുന്ന ഒരു വ്യക്തിയെപ്പോലും ഇത്തരത്തിൽ വർഗീയവാദി എന്ന് വിളിക്കാൻ ഒരു വൈമനസ്യവും ജി സുധാകരൻ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മുൻകാല രാഷ്ട്രീയ ജീവിതമൊക്കെ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലൊരു പ്രയോഗത്തിന് എങ്ങനെ അദ്ദേഹത്തിന് സാധ്യമാകുന്നു എന്ന വലിയ ചോദ്യം ഉയർന്നു വരികയാണ്. ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, നിങ്ങൾ വർഗീയവാദിയാണ്. ഏത് തലത്തിൽ അദ്ദേഹത്തിന് അത് സാധൂകരിക്കാൻ കഴിയും? എത്രയോ കാലമായി നിങ്ങൾ അവിടുത്തെ മാധ്യമപ്രവർത്തനവുമായി ദൈനംദിന ആലപ്പുഴയുടെ ജീവിതവുമായി ഇടപഴകുന്ന ഒരു വ്യക്തിത്വമാണ്. അങ്ങനെയുള്ള താങ്കളെയാണ് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മാറി നിൽക്കടോ എന്ന് പറയുന്നത്. അതായത് എൻ്റെ മുന്നിലൊന്നും നിൽക്കാൻ നിങ്ങൾക്കൊന്നും അർഹതയില്ല, ഞാൻ കുറച്ച് ഉയർന്ന ആളാണ്, ഞാനൊരു കൊച്ചു മാടമ്പിയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് സുധാകരൻ. തീർച്ചയായിട്ടും ഷമ്മി, അതുതന്നെയാണ് ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടി ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ നടന്ന ഒരു പരിപാടിയിൽ ജി സുധാകരൻ പറഞ്ഞു. ഇപ്പോൾ ഈ കാണുന്നത് ജി സുധാകരനുള്ളൊരു പ്രതിഷേധമാണ് പുന്നപ്രയിൽ. ഇത് ഉച്ചഭക്ഷണത്തിനെതിരെ കഴിഞ്ഞ ദിവസം സുധാകരൻ തന്നെ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു, അത് കൊടുക്കാൻ പാടില്ല എന്ന്. പക്ഷേ അതിനെതിരെയുള്ളൊരു പ്രതിഷേധം ഇപ്പോൾ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. കാര്യം അടിക്കടി പാർട്ടിക്കാരെയും പാർട്ടി നേതാക്കളെയുമൊക്കെ അധിക്ഷേപിക്കുന്ന ജി സുധാകരൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുന്നപ്രയിലുള്ള പാർട്ടി പ്രവർത്തകർ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ജനപ്രതിനിധികൾക്കെതിരെയും നേതാക്കൾക്കെതിരെയുമൊക്കെയാണ് സുധാകരൻ അടിക്കടി ഇങ്ങനെയുള്ള പരസ്യമായ അധിക്ഷേപങ്ങൾ നടത്തുന്നത്. ഇതിനേറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകർക്കെതിരെയും വർഗീയവാദി എന്ന് മുദ്ര കുത്തിക്കൊണ്ട് ജി സുധാകരൻ ചില പരാമർശങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ നടത്തിയത്. അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഇവർ അറിഞ്ഞു കാണുന്നത് പോലുമില്ല. ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പായിരുന്നു. ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്പലപ്പുഴയിലും അതോടൊപ്പം തന്നെ പാർട്ടി നേതാക്കൾക്കുമൊക്കെ എതിരെ യാതൊരു നിയന്ത്രണവുമില്ലാതെ ജി സുധാകരൻ നടത്തുന്ന അധിക്ഷേപങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് MLA ഓഫീസിലേക്ക് ഒരു മാർച്ചാണ് ഇപ്പോൾ ഇവിടെ CPM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. അതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഷമി, തീർച്ചയായും നമുക്ക് ഇത്തരത്തിലുള്ള ചില രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹം പ്രകടിപ്പിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. പക്ഷേ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ വർഗീയവാദിയാണ് എന്ന് പറയുന്നത് എത്രമാത്രം മ്ലേച്ഛമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് വ്യത്യാസമുണ്ടെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ അക്കാര്യങ്ങൾ അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാം. പക്ഷേ ഒരു മനുഷ്യരെ ഇത്തരത്തിൽ സംഘപരിവാറുകാർ പോലും പറയാൻ മടിക്കുന്ന, കേരളത്തിൻ്റെ മണ്ണിൽ പറയാൻ മടിക്കുന്ന ഭാഷ ഉപയോഗിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന വ്യക്തിക്ക് എങ്ങനെ കഴിയുന്നു എന്ന വലിയ ചോദ്യമുണ്ട്. ഷാജഹാൻ, മനുഷ്യരെ ഏത് രീതിയിലാണ്, ഏത് കണ്ണുകൊണ്ടാണ് അദ്ദേഹം കാണുന്നത് എന്നുള്ളതാണ് ആ ചോദ്യത്തിന് പിന്നിലുള്ള പ്രശ്നം. തീർച്ചയായിട്ടും ഷമ്മി സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. കാരണം
ജി സുധാകരനെ പോലെയുള്ള ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള മന്ത്രിയും രാഷ്ട്രീയ നേതാവുമായി ചെറുപ്പം മുതൽ തന്നെ പ്രവർത്തിച്ചു വന്നൊരു നേതാവാണ്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം എന്ന് പോലും നമുക്കിപ്പോൾ പറയാൻ നമുക്ക് കഴിയില്ല. കാര്യം അത്രത്തോളം അദ്ദേഹം താഴ്ന്നു പോയിരിക്കുന്നു. ആ ഒരു നിലയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് പല കാര്യങ്ങളും, കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഉച്ചഭക്ഷണ വിതരണം പാടില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. നേരത്തെയൊക്കെ ആണെങ്കിൽ പത്രങ്ങളിൽ മാത്രമായിരുന്നു ഇത്തരം കാര്യങ്ങൾ വന്നിരുന്നത്. പക്ഷേ ഈ ദൃശ്യമാധ്യമങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട്. അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടാൻ ആയിരിക്കാം ഒരുപക്ഷെ ഇദ്ദേഹം ശ്രദ്ധിക്കുന്നത്. പക്ഷേ അതൊന്നും തന്നെ ജനങ്ങൾ മുഖവിലേക്ക് എടുക്കില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരം ഒരു പ്രതിഷേധം കൂടി നമ്മളിപ്പോൾ കാണുന്നത്. ഒരു മാധ്യമപ്രവർത്തകനെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടും അല്ലെ അദ്ദേഹം ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് വർഗീയവാദി എന്ന് ചിത്രീകരിക്കുന്നു. അതിനെന്ത് അടിസ്ഥാനമുണ്ട് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരമില്ല. അത്തരം കാര്യങ്ങൾ നമ്മൾ ചോദിച്ചപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് സാറ് ഞങ്ങളെ അല്ലെങ്കിൽ എന്നെ ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ചെന്ന് ചോദിച്ചപ്പോൾ അതിന് തെളിവുകളൊന്നും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ഒരു കമ്മീഷനെ വെച്ച് നിങ്ങൾ തന്നെ അന്വേഷിച്ചോളാനാണ് പുള്ളി പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു കാര്യമില്ലെങ്കിലും അദ്ദേഹം ആർക്കെതിരെയും എന്തും പറയാമെന്നുള്ള നിലയിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും സലാം, ഇപ്പോൾ എച്ച് സലാം എന്ന് പറയുമ്പോഴും അദ്ദേഹം പല രീതിയിൽ ഇത്തരം ഭാഷകൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഷാജഹാൻ എന്ന് കേൾക്കുമ്പോഴും അദ്ദേഹത്തിന് അതേ വികാരമാണ് വരുന്നത്. ഇതൊരു വല്ലാത്ത അസുഖമാണ്. ഒരു ഇടതുപക്ഷ ഭാഗത്ത് നിന്ന് ഇത്രയും കാലം പ്രവർത്തിച്ച ഒരു വ്യക്തിക്ക് ഒരു കാലത്തും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ഭാഷയും മനോഭാവവും അദ്ദേഹം വെച്ചു പുലർത്തുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ മണ്ണിൽ അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഒരു നിലപാടും അംഗീകരിക്കപ്പെടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ആ രീതി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹം നേരത്തെ കരസ്ഥമാക്കി വച്ചിരുന്ന 5000 വോട്ട് ഉറപ്പിക്കാനായിരിക്കാം ഒരുപക്ഷെ ഈ രീതിയിലുള്ള ഭാഷയും പ്രയോഗങ്ങളും നടത്തുന്നത്. ഷാജി, തീർച്ചയായിട്ടും സമയം നമുക്കറിയാം അദ്ദേഹം അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പിൽ മുസ്ലിംസിൻ്റെ വോട്ട് നേടാനായിട്ട് അവരെ മറ്റുള്ളവരെ എഴുത്തി സംസാരിക്കുക, അതോടൊപ്പം തന്നെ BJPയുടെ വോട്ട് സ്വീകരിക്കാൻ കൂടുതലായിട്ടുള്ള എങ്കിലും അതിനുശേഷം അദ്ദേഹം പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും ഒക്കെ അപമാനിക്കാൻ ശ്രമിക്കുന്നു, കൈരളിയെ അപമാനിക്കാൻ ശ്രമിക്കുന്നു. കൈരളിക്കാരനത് ചോദിക്കാം, പക്ഷേ മറ്റുള്ളവർ ചോദിക്കാൻ പാടില്ല എന്ന. അപ്പോൾ നമുക്ക് ചോദിക്കാമല്ലോ, കാര്യം അദ്ദേഹത്തെ പോലെ നിലപാട് മാറുന്ന സ്വഭാവം നമുക്കില്ലാത്തതുകൊണ്ട് അക്കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പ്രകോപിതനാകുകയും അദ്ദേഹം ഇത്തരത്തിൽ സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഷമി.